ബിറ്റ്കോയിനെ നമ്മൾ ഡിജിറ്റൽ ഗോൾഡ് എന്ന് വിളിച്ചു. അപ്പോൾ എത്തേറിയത്തെ നമ്മൾ എന്ത് വിളിക്കും? ഡിജിറ്റൽ ഓയിൽ അഥവാ ഡിജിറ്റൽ ഇന്ധനമാണ് എത്തേറിയം. നമസ്കാരം സുഹൃത്തുക്കളെ, ബ്ലോക്ക് പൾസിലേക്ക് സ്വാഗതം. ലളിതമായി പറഞ്ഞാൽ ബിറ്റ്കോയിൻ പഴയ ഒരു നോക്കിയ ഫോൺ പോലെയാണ്. അതിൽ നമുക്ക് മെസ്സേജ് അയക്കാനും വിളിക്കാനും ഒക്കെ പറ്റുന്നത് പോലെ തന്നെ ഇതിൽ യഥേഷ്ടം പണം കൈമാറാം. പക്ഷേ എത്തേറിയം അങ്ങനെയല്ല. എത്തേറിയം നമുക്കൊരു സ്മാർട്ട് ഫോണുമായി ഉപമിക്കാം. ഇതിൽ നമുക്ക് വിളിക്കാം, മെസ്സേജ് അയക്കാം എന്നതിലുപരി പലതരം ആപ്പുകളും ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സ്മാർട്ട് കോൺട്രാക്റ്റുകളാണ്. വക്കീലന്മാരോ ഇടനിലക്കാരോ ഇല്ലാതെ നടക്കുന്ന ഡിജിറ്റൽ എഗ്രിമെൻറ്റുകളാണിവ. സ്മാർട്ട് കോൺട്രാക്റ്റ് എന്നാൽ 2009 ബിറ്റ്കോയിൻ വന്ന സമയത്ത് പണം സംബന്ധമായിട്ടുള്ള പണപ്പെരുപ്പം പോലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണാൻ തുടങ്ങി. അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള പ്രശ്നങ്ങളും എന്തുകൊണ്ട് പരിഹരിച്ചുകൂടാ എന്ന ചിന്തയിൽ നിന്നാണ് സ്മാർട്ട് കോൺട്രാക്റ്റിൻ്റെ ജനനം. ഇതിൻ്റെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അറിഞ്ഞാൽ നമുക്ക് സ്വന്തമായി ആപ്ലിക്കേഷനുകളും ആൾട്ട് കോയിനുകളും നിർമ്മിക്കാൻ സാധിക്കും. ഇന്ന് കാണുന്ന ഒട്ടുമിക്ക കോയിനുകളും NFT-കളും പ്രവർത്തിക്കുന്നത് എത്തേറിയത്തിൻ്റെ ബ്ലോക്ക് ചെയിനിലാണ്. അതുകൊണ്ടാണ് ഇതിന് ഇത്രയും വില. ബിറ്റ്കോയിൻ്റെയും എത്തേറിയത്തിൻ്റെയും വില ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കും. എന്നാൽ വില മാറാത്ത ക്രിപ്റ്റോ കോയിനുകളുണ്ടോ? ഉണ്ട്. അതാണ് സ്റ്റേബിൾ കോയിൻ. അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ക്രിപ്റ്റോയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ബ്ലോക്ക് പൾസ് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുക. ഒന്നിച്ചു പഠിക്കാം, ഒന്നിച്ചു വളരാം.